സോ ഒരു 10 lakh ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ല SUVs ഏതൊക്കെയാണെന്ന് നോക്കാം. അത് തന്നെ ഫസ്റ്റ്ലി വരുന്നതാണ് ഹ്യുണ്ടയുടെ ക്രെറ്റ, അതുപോലെ തന്നെ കിയയുടെ സെൽറ്റോസ്. ഇത് രണ്ടും ഒരു 21, 22 വരെയുള്ള മോഡൽസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആയിരിക്കും. ഇനി ക്രെറ്റ വേണ്ടെന്നുള്ളവർക്കാണെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴേക്ക് വന്നാൽ ഹ്യുണ്ടയുടെ വെന്യൂ ഉണ്ട്, അതുപോലെ തന്നെ കിയയുടെ സോണറ്റ് ഉണ്ട്. ഇത് രണ്ടും ഒരു 23, 24 വരെയുള്ള മോഡൽസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആവും. ഇനി ഹ്യുണ്ടയെ വേണ്ടെന്നുള്ളവർക്കാണെങ്കിൽ സുസുക്കി ചൂസ് ചെയ്യാവുന്നതാണ്. സുസുക്കിയുടെ എസ്ക്രോസ് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ബ്രസ് അവൈലബിൾ ആണ്. എസ്ക്രോസിന്റെ 1.3 വേരിയൻസും ബ്രസ്സിന്റെ 2019 വരെയുള്ള ഡീസൽ വേരിയൻസും 2021, 22 വരെയുള്ള പെട്രോൾ വേരിയൻസും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആവും. ഇനി കുറച്ചും കൂടെ പ്രീമിയം ആയിട്ടുള്ള വെഹിക്കിൾസ് വേണമെന്നുണ്ടെങ്കിൽ ടാറ്റയുടെ ഹാരിയർ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ MG ഹെക്ടർ അവൈലബിൾ ആണ്, ജീപ്പ് കോമ്പസ് അവൈലബിൾ ആണ്. ഈ മൂന്നിൻ്റെ ഒരു 21, 22 വരെയുള്ള മോഡൽസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആവും. ബട്ട് ഇത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് അന്ന് ഏകദേശം 30 lakhs മുകളിലേക്ക് പ്രൈസിങ് വന്ന മോഡൽസാണിത്. അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള കോമ്പോണൻസും ഇതേ കണക്ക് പ്രൈസിങ് ഉണ്ടാവും. സോ അത്യാവശ്യം മെയിൻ്റെനൻസ് ഓക്കെ ആയിട്ടുള്ളവർക്കാണ് ഇത് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി മഹീന്ദ്രയിലേക്ക് വരികയാണെങ്കിൽ മഹീന്ദ്രയുടെ 300ഉം അതുപോലെ തന്നെ ടൊയോട്ടയുടെ അർബൻ ക്രൂസറും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആയിരിക്കും. ടൊയോട്ടയുടെ അർബൻ ക്രൂസർ ആണെങ്കിൽ നമ്മൾ നേരത്തെ ബ്രസീൽ പറഞ്ഞ പോലെ തന്നെ ഒരു 21, 22 വരെയുള്ള മോഡൽസ് ആയിരിക്കും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആവുന്നത്. ശരിക്കും ഈ ഒരു 10 lakh എന്ന് പറയുന്നത് അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുള്ള മോഡൽസ് ഉള്ളതാണ്. ബട്ട് അതിൽ തന്നെ കുറച്ച് വെഹിക്കിൾസ് മാത്രമേ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഏകദേശം ഒരു 2017 മുതൽ 2022 വരെയുള്ള മോഡൽസ്. അതിൽ തന്നെ അതിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ വേരിയൻറ്റും അനുസരിച്ച് പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യാവുന്നതാണ്. സോ അതൊക്കെയാണ്. നിങ്ങൾ വെഹിക്കിളൊക്കെ നോക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ വെഹിക്കിൾ നോക്കുന്നുണ്ടെങ്കിലോ ഈ വീഡിയോ ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കുക.